പാഠം 680. ഒരു ഉറുമ്പുണ്ടാക്കിയ കഥ. ചായ ഉണ്ടാക്കിയോ? ഓ ചേച്ചി. സാറിന്റെ ചായ. ഈ ചായയുടെ പേരിലാണ് നിന്നെ ഇപ്പൊ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. ഒരു ജോലിക്കാരി വന്നാൽ അവളെ എങ്ങനെ പറഞ്ഞുവിടാമെന്നാണ് സാധാരണ വിദ്യാഭ്യാസം രാവിലെ മുതൽ ആലോചിക്കുക. നിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. പക്ഷേ രാവിലെ കിട്ടുന്ന നല്ല ഒന്നാന്തരം ഒരു ചായ കുടിച്ചു കഴിയുമ്പോ കുറച്ചു നേരത്തേക്ക് മോഹനയുടെ ഒരു ചെറിയ മനമാറ്റം ഉണ്ടാവും. ഈ ചായ ഉണ്ടാക്കുന്നതിന് വലിയ പാടൊന്നുമില്ല ചേച്ചി. 1 മിനിറ്റ് നിന്നാ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാ ചായ ഉണ്ടാക്കുന്നത്. അയ്യോ, ഇതാണ് നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഈ ചായ ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജോലി പോവില്ലേ? നമുക്ക് മാത്രമുള്ള ചില സാമർഥ്യങ്ങൾ വേറെ ആരെയും പഠിപ്പിക്കരുത്. ഈ വലിയ വലിയ കോള കമ്പനികളൊക്കെ ഇല്ലേ, അവരൊക്കെ എന്താ ചെയ്യാ? കോളയിലെ കൂട്ട് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഭയങ്കര രഹസ്യമാക്കി വെക്കും. ഇതിലിപ്പോ അത്ര വലിയ കൂട്ടൊന്നും ഇല്ലല്ലോ. ചായപ്പൊടി, പഞ്ചസാര, പാല്, അതിലെന്താ എത്ര രഹസ്യം? എന്തിലൊക്കെ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കുന്നെന്ന് ആർക്കറിയാം. എന്തായാലും ഞാൻ ചായ മോഹനോട് കൊടുക്കട്ടെ. നിത്യോപയോഗ സാധനങ്ങളുടെ വില വീണ്ടും കുതിച്ചു കയറുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പച്ചക്കറികളുടെ പരിശോധന ശക്തമാക്കിയതോടെ പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് വിലവർദ്ധനവിന് കാരണമെന്ന് കണക്കാക്കപ്പെടുന്നു. ഓണം പ്രമാണിച്ച് മറ്റ് സാധനങ്ങളുടെയും വില കുതിച്ചു കയറുന്നതോടെ സാധാരണക്കാരുടെ ജീവിതഭാരം വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പോയി ജീവിക്കുന്നത് എങ്ങനെയാണ്? പച്ചക്കറി ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മോനേട്ടാ നീ പത്രം കൊണ്ടോ ഭാമേ? നിത്യോപയോഗ സാധനങ്ങളുടെ വില പിന്നെയും പിന്നെയും കുതിച്ചു കയറുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എങ്ങനെ ജീവിക്കും? ചെലവ് ഒരുപാട് കുറയ്ക്കേണ്ടി വരും. ഇനിയും ചെലവ് എങ്ങനെ കുറയ്ക്കാനാണ്? നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരുടെ വീട്ടിലുള്ള അത്രയും പോലും ചെലവ് ഇപ്പൊ നമ്മുടെ വീട്ടിലില്ല. ഇനി ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. 3 നേരം ഭക്ഷണം എന്നുള്ളത് 2 നേരം ആക്കുക. കഴിക്കുമ്പോ ചോറും മുളകരച്ചത് മാത്രം കഴിക്കുക. തുണി അലക്കാൻ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. തേക്കാത്ത ഷർട്ട് കൊണ്ടുവിടുക. കറണ്ട് കണക്ഷൻ വേണ്ടാന്ന് വെച്ചാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുക. തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതില് എനിക്ക് വിരോധമൊന്നുമില്ല. മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാ. അതൊന്നും അല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരാവശ്യവുമില്ലാതെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന വേലക്കാരി, അവർക്ക് മാസം കൊടുക്കുന്ന 4000 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ആ പരിപാടി സാറിന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി. ജാനകിയെ പറഞ്ഞയച്ചിട്ടുള്ള ആ ചെലവ് കുറയ്ക്കല് വേണ്ട. അവള് വന്നതിന് ശേഷം എനിക്കൊരു സ്വസ്ഥത ഉണ്ടായത്. ഇപ്പോ രാവിലെയും വൈകിട്ടും എനിക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ കേസിന്റെ കാര്യങ്ങൾ നോക്കാൻ കൂടുതൽ സമയം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ കേസുകൾ എനിക്ക് വാദിക്കാം. കൂടുതൽ കേസുകൾ വാദിക്കുമ്പോൾ കൂടുതൽ ഫീസും കിട്ടും. ചുരുക്കി പറഞ്ഞ ജാനകിക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളത്തെക്കാട്ടിലും കൂടുതൽ പൈസ ജാനകി ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടും. എങ്ങനെ കൂട്ടി നോക്കിയാലും കച്ചവടം ലാഭമാണ്. ഇതൊക്കെ വെറുതെ തർക്കം ജയിക്കാൻ വേണ്ടി പറയാൻ പറ്റുന്നേ ഉള്ളൂ. നിനക്ക് അങ്ങനെ ഒരു കേസ് കിട്ടാൻ പോകുന്നില്ല. ജാനകി കൊടുക്കുന്ന ശമ്പളം ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. എന്തായാലും അത് വേണ്ടി വരില്ല. ആരുടെയും കടം വാങ്ങിയിട്ടായാലും ജാനകിക്കുള്ള ശമ്പളം ഞാൻ കൊടുക്കും. ആ കടം ആര് കിട്ടും? ഓ മതി. ഇനി ഈ ചർച്ച നിന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്തൊക്കെയാ പറയാമെന്നുള്ള കാര്യം എനിക്കറിയാം. ജാനകി ഇവിടെ ജോലിക്ക് നിൽക്കുന്നതിന്റെ പേരിൽ ഒരു 3ാം ലോകമഹായുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വരെ മോഹനേട്ടൻ ചിലപ്പോ സ്ഥാപിച്ചു കളയും. മോഹനേട്ടൻ ആരാ മോൻ? ഇതെന്താ ഇവിടെ ഒരു അടയാളം? ദേ ഇവിടെ. അയ്യോ ഇതെന്ത് പറ്റിയതാ മോനേട്ടാ? അയ്യോ എന്താ പിടിച്ച് കടിച്ചാ കേട്ടോ. വല്ല ഉറുമ്പുമായിരിക്കും. എല്ലാ മുറിയിലും ഉറുമ്പിന്റെ ശല്യ. എങ്ങനെയുണ്ടാവായിരിക്കും? ഒരു വേലക്കാരുള്ളത് വെറുതെ അല്ലേ? വീട് ശരിക്ക് തൂത്തുവാരാൻ പോലും അവർക്ക് സമയമില്ല. വേറെ ശമ്പളം കൊടുക്കാതെ മാത്രം. ഇതാണ് ഭാമ ഞാൻ പറയുന്നത്. അവളെ പറഞ്ഞു വിട്ടേക്കണമെന്ന്. അയ്യടാ, സാറിന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം.
ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ ഒരാളെ ജോലി നിങ്ങൾ പിരിച്ചുവിടുക. അത് സാറിന്റെ മനസ്സ് തന്നെ വെച്ചാൽ മതി. നീ അതേ പറയൂ. കാരണം എന്നെ ഉറുമ്പടിക്കുന്ന നിനക്ക് പ്രശ്നമില്ലല്ലോ. ഉറുമ്പല്ലേ കടിച്ചുള്ളൂ. നാട്ടുകാരെ മുഴുവനും ഇവിടെ പട്ടി കടിക്കുന്നു. അതിനെക്കാട്ടും വലുതായിരിക്കും ഉറുമ്പ്. മോഹനേട്ടാ, ജാനകിയെ പറഞ്ഞു വിടാനാണെങ്കിലേ കുറച്ചും കൂടെ കൊല്ലാവുന്ന ഒരു കാരണം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് തീരെ കുട്ടുകളിയായി പോയി. ഹലോ, അതെ. മോഹനേട്ടുണ്ട്. പത്രം വായിച്ചോണ്ടിരിക്കുക. വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. താലൂക്ക് ഓഫീസർ സഹദേവൻ സാറാ. ഹലോ. സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷം? തഹസിൽദാറിനോട് പറഞ്ഞായിരുന്നു. ഞാൻ നാളെ താലൂക്ക് ഓഫീസിലേക്ക് വരുന്നുണ്ട്. അതിനുള്ളിൽ എല്ലാം ശരിയാക്കാം. അതെ അതെ, ജോലിക്കാർ വന്നു. ആരാ പറഞ്ഞത്? അതെയോ? സഹദേവൻ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇവിടെ ഒരു വക്കോലുണ്ടല്ലോ, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത് ചെയ്യാനാ? ഏതായാലും ഒരു മാസം നോക്കാൻ ഞാൻ കരുതി. അതെ അതെ, അപ്പൊ നാളെ കാണാം. എന്താണ് എനിക്ക് മനസ്സിലാവാത്തായിട്ട്? സഹദേവന്റെ വീട്ടിലും ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. സഹദേവന്റെ ഭാര്യയുടെ നിർബന്ധം കാരണം ജോലിക്ക് വെച്ചതാ. പക്ഷേ ചെലവുകൾ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ സഹദേവന്റെ ഭാര്യയ്ക്ക് ബുദ്ധി ഉദിച്ചു. ആ ജോലിക്കാരിയെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ടു. നിനക്കും പെട്ടെന്ന് ബുദ്ധി ഉദിച്ചിരുന്നെങ്കിൽ ഇവിടത്തെ ജോലിക്കാരിയും പറഞ്ഞു വിടാമായിരുന്നു. ആ ബുദ്ധി പെട്ടെന്ന് ഉദിക്കില്ല മോനേട്ടാ. കാരണം ജാനകിക്ക് കൊടുക്കാനുള്ള പൈസക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സഹദേവൻ സാറിന്റെ വീട്ടിലെ അവസ്ഥ ഇവിടുത്തെ പോലെ അല്ലല്ലോ. സാറും ഭാര്യയും മക്കളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് പോവില്ലേ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. സഹദേവ സാറിന്റെ വീട്ടിൽ കാറും ഉണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്കുള്ള ചെലവൊക്കെ അവർക്കും ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിശുക്കോട് പിശുക്കല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും വേലക്കാരി പറഞ്ഞു വിടേണ്ടി വരില്ല. എന്നോടുള്ള വാശിയുടെ പുറത്ത് മാത്രമാണ് നീ ജാനകി ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവളുടെ ശ്രദ്ധയില്ലായ്മ കാരണം എന്റെ ഇവിടെ ഒരു ഉറുമ്പ് കടിച്ചു. പക്ഷെ അത് നിനക്ക് പ്രശ്നമല്ല. ഉറുമ്പ് അടിക്കുന്ന എങ്ങനെ മോഹനേട്ട പ്രശ്നമാവുന്നത്? അത് മാത്രമല്ല, മോഹനേട്ടനെ കടിച്ച ഉറുമ്പിനെ ജാനകി കൊണ്ടുവന്നതുമല്ല, അവള് വളർത്തുന്നതുമല്ല. ഒരു ഉറുമ്പ് അടിച്ച എങ്ങനെയാണെങ്കിൽ ഒരു പാമ്പ് അടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ചേച്ചി, സാമ്പാർ ഉണ്ടാക്കി വെച്ചു. ഇനി ചമ്മന്തി വേണോ? ഓ, സാമ്പാറുള്ള പിന്നെ എന്തിനാ ചമ്മന്തി? അല്ലെങ്കിൽ എന്തിനാ ചമ്മന്തി ഉണ്ടാക്കാനുള്ള നേരമുണ്ടോ? ഒരു 10 മിനിറ്റ് മതി, ഞാൻ ഉണ്ടാക്കി തരാം. നീ ഇനി ചമ്മന്തി ഉണ്ടാക്കാനൊന്നും മെനക്കെടണ്ട. നിന്റെ ശ്രദ്ധക്കുറവ് കാരണം എന്റെ മോഹനേട്ടൻ ഒരു ഉറുമ്പ് കടിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ഒരു ചമ്മന്തിയുടെ കാര്യം പറഞ്ഞിട്ട് വരില്ലേ? ഞാൻ കാരണോ? പിന്നല്ലാതെ. നീ വളർത്തുന്ന ഒരു ഉറുമ്പില്ലേ, അതിന്റെ പേരെന്താ? രാമൻകുട്ടി. ആ രാമൻകുട്ടി ഉറുമ്പാണ് എന്റെ മോഹനേട്ടന്റെ ഇവിടെ കയറി കടിച്ചത്. ഇനി ആ ഉറുമ്പിനെ കൊണ്ട് നീ എന്റെ മോഹനേട്ടനെ കടിപ്പിക്കരുത് കേട്ടോ. എന്റെ പാവം വില്ലേജ് ഓഫീസർ, ഒരു ഉറുമ്പൊക്കെ കടിച്ച് സഹിക്കാൻ പറ്റുമോ? നീ ചെല ചമ്മന്തി വേണ്ട. പോയാ? ഉറുമ്പിന്റെ പേര് രാമൻകുട്ടി എന്നല്ല, അതെന്റെ അച്ഛന്റെ പേരല്ലേ? നിന്റെ അച്ഛനാണ് ഉദ്ദേശിച്ചത്. ഈശ്വര, ഉത്തമനെന്ന് കൊല്ലൂ. അയ്യോ, നമസ്കാരമുണ്ട് സാറേ. സാറേ, നമ്മുടെ കേശവൻകുട്ടിയുടെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അവന്റെ അയൽവക്കത്തുള്ള വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് സാറ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇന്നാണെങ്കിൽ അയൽക്കാരെല്ലാവരും ഉണ്ട്. എന്തായത്? എന്താ, അത് കണ്ണല്ലേ സാറേ? എന്റെ കണ്ണിന് താഴെ കാണുന്ന ഈ ഉണ്ടാണുള്ള ഈ അടയാളം എന്താണ്? അയ്യോ, ഇതെന്താ സാറേ? എന്തോ കടിച്ചാണ് തോന്നുന്നു. ഒരു രാജവമ്പാല. പാവപ്പഴ ചത്തു. ഉത്തമ, ഇത് ഒരു ഉറുമ്പ് കടിച്ചതാ. അയ്യോ, അത്ര സാറ് പറഞ്ഞപ്പോ അത് ഞാൻ പേടിച്ചു പോയി. ശരിയാണോ? ഉത്തമൻ കൊണ്ടുവന്ന ജാനകി എന്ന വേലക്കാരിക്ക് ഞാൻ മാസം കൊടുക്കാമെന്ന് പറഞ്ഞ ശമ്പളം
4000 രൂപയാണ്. അറിയാലോ? ആ അതെനിക്കറിയാം സാർ. 4000 രൂപ മാസം ഒരു വേലക്കാരിക്ക് കൊടുത്തിട്ടും എന്നെ ഉറുമ്പ് കടിച്ചു. അവള് വേലക്കാരിയല്ലേ, മോഹനേട്ടന്റെ ബോഡി ഗാർഡൊന്നുമല്ലല്ലോ. നിന്നോട് ചോദിച്ചില്ല. ഒരു വേലക്കാരി അവളുടെ ജോലി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഉറുമ്പുണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോ എന്താണ് അർത്ഥം? ജാനകി ഒരു ജോലിയും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ജോലി കഴിഞ്ഞാൽ എനിക്ക് വേണ്ട. എത്രയും പെട്ടെന്ന് ഉത്തമൻ ജാനകി പിടിച്ചു പിടിക്കോ. അയ്യോ അല്ല സാറേ, അതിപ്പോ 4-5 ദിവസമല്ലേ ആയുള്ളൂ. അതിന് മുമ്പേ ഇങ്ങനെ വിളിച്ചോണ്ട് പോവാൻ ഒരാളുടെ കഴിവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കാൻ 4-5 ദിവസം ധാരാളം മതി. അവക്ക് യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലെന്ന് എന്നെ ഉറുമ്പ കടിച്ചപ്പോ മനസ്സിലായല്ലോ. ഇനി അവളോട് പറ്റില്ല. ഉത്തമ, വില്ലേജ് ഓഫീസർ ഇങ്ങനെ പല ന്യായങ്ങളും പറയും. പക്ഷേ ജാനകി ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഒരുമാതിരി LKG പിള്ളേരെ പോലെ എന്നെ ഇവിടെ ഉറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് നടക്കല്ലേ, നാണക്കേടാണ്. കേട്ടത് ഉത്തമനായതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ മോഹനയുടെ പ്രാന്താന്ന് പറഞ്ഞാനെ. മനസ്സിലായി. ഒരു പ്രാവശ്യം എന്റെ അച്ഛനെ വിളിച്ചാണ്. ഇന്നത്തേക്ക് ഇനി വേണ്ട. എല്ലാത്തിനും ഒരു കണക്കൊക്കെ വേണ്ടേ? ഉത്തമ, ജീവിത ചെലവുകൾ റോക്കറ്റ് പോലെ ഉയരുകയാണ്. അതിനിടയിൽ മാസം 4000 രൂപ ശമ്പളം കൊടുത്ത് ഒരു ജോലിക്കാരോട് നിർത്താൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവൾ ഒഴിവാക്കാൻ പറ്റൂ. അപ്പൊ കാശാണ് പ്രശ്നം. എന്റെ സാറേ, ഇക്കാലത്ത് 4000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഖ്യയൊന്നും അല്ല. ഒരു നല്ല വേലക്കാരിക്ക് 10000 രൂപ വരെ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണ്. സാറിന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ജാനകിയെ പോലൊരു വേലക്കാരിയെ കിട്ടിയത്. എനിക്ക് ആ ഭാഗ്യം വേണ്ട. അല്ല, അതിപ്പോ പറയും. ജാനകി പോയി കഴിയുമ്പോഴേ അതിന്റെ പ്രയാസം മനസ്സിലാവൂ. സാറേ, സ്റ്റേറ്റ് ബാങ്കിലെ വിശ്വംഭര സാറിന്റെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. നല്ല സ്ത്രീ, എല്ലാ ജോലിയും ചെയ്യും. ഒടുവില് അത് അവർക്ക് ഭാര്യയായി. വിശ്വംഭര സാറിന്റെ ഭാര്യയെക്കാളും നന്നായി പാചകം ചെയ്യും, നന്നായി തുണി അലക്കും. ഈ സാറിന് വേലക്കാരിയോട് നല്ല മതിപ്പായി. എന്ത് കാര്യം ഉണ്ടെങ്കിലും വേലക്കാരി മതി എന്ന അവസ്ഥയായപ്പോ വിശ്വംഭര സാറിന്റെ ഭാര്യയ്ക്ക് ആകെ പ്രയാസമായി. ഭർത്താവ് തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, വേലക്കാരിയോടാണ് കൂടുതൽ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അവരാ വേലക്കാരിയെ പറഞ്ഞു വിട്ടു. അവര് പോയി കഴിഞ്ഞപ്പോഴല്ലേ പ്രയാസം മനസ്സിലാവുന്നത്. അന്ന് മുതൽ പുതിയ വേലക്കാരി അന്വേഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടായി? പെണ്ണുങ്ങളെ ഓരോരോ അസുഖങ്ങളെ. നല്ല വേലക്കാരി വീട്ടിലുള്ളപ്പോ ഭർത്താവിന് തന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു. എന്നിട്ട് അടുത്ത വേലക്കാരിയെ അന്വേഷിച്ച് നാട് മൊത്തം നടക്കുന്നു. ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചില വശങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലേ സാറേ. ഇപ്പൊ സാറ് ജാനകിയോട് ഒരല്പം അടുപ്പം കൂടുതൽ കാണിച്ചു നോക്ക്. അങ്ങനെയല്ല, വക്കീലിന്റെ സ്വഭാവം മാറും. വക്കീലായാലും ജഡ്ജി ആയാലും എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും പെണ്ണുങ്ങൾക്ക് ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് സാറേ. ആ കേശവൻകുട്ടിയുടെ പിന്തുണച്ച സർട്ടിഫിക്കറ്റ് ഞാൻ അന്വേഷിക്കട്ടെ. നാളെ ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറയാം കേശവൻകുട്ടിയോട്. ശരി സാറേ. അല്ല സാറേ, ഈ ജാനകിയുടെ കാര്യം ജാനകിയുടെ കാര്യം ഞാൻ നോക്കണം. അപ്പോ നോക്കൂ. ശരി ശരി ശരി. ഭാമേ, ജാനകിയെ നീ തന്നെ പിരിച്ചുവിടും. അതിനുള്ള വിദ്യ എന്റെ കയ്യിലുണ്ട്, നീ നോക്കിയോ. ജാനകി, ജാനകി. എന്താ? ഞാൻ നിന്നല്ല, ജാനകിയെ വിളിച്ചത്. അവൾ അടുക്കള തിരക്കിണ്ടെന്നോ പണിയില്ല. എന്താ കാര്യം പറ. ജോലിക്കാരി കുട്ടിയോട് പറയാനുള്ളത് ജോലിക്കാരി കുട്ടിയോട് പറയാം. വീട്ടുകാരോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഓ, അപ്പൊ കാര്യങ്ങൾ അങ്ങനെയായോ? ആവണല്ലോ. കാരണം ജാനകിക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനും കൂടിയാണല്ലോ. അപ്പോ എന്റെ കാര്യങ്ങൾ കൂടി ജാനകി നോക്കണം. ഇതുപോലെ എനിക്ക് ഇതിന്റെ സഹായം ആവശ്യമില്ല. എന്താ സർ? ആ, ഈ ഷർട്ടും മുണ്ടും ഒക്കെ ഒന്ന് തേച്ച് വെക്കണം. ഷർട്ടും മുണ്ടോ? അത് ഞാനല്ലേ തേക്കുന്നത്. അത് ജാനകി വരുന്നതിന് മുന്നേ അല്ലേ? അന്ന് നീ ആയിരുന്നല്ലേ നീ ചായ ഉണ്ടാക്കി തന്നിരുന്നത്. ഇപ്പൊ അത് ചെയ്തത് ജാനകിയാ. അതുപോലെ ഇനി മുതൽ എന്റെ ഷർട്ടും മുണ്ടും ജാനകി തേച്ചാ മതി. പക്ഷെ തേച്ച് പടിവെപ്പിച്ച് തരണ്ടേ? ജാനകിക്ക് അതറിയില്ല എന്നല്ലേ ഇന്നലെ മോഹനോട് പറഞ്ഞത്. അത് നീ അല്ലല്ലോ പറയേണ്ടത്, ജാനകിയല്ലേ. ജാനകിയാണ് ഇന്ന് മുതൽ എന്നും എല്ലാ ദിവസവും എന്റെ ഷർട്ടും മുണ്ടും തേച്ച് തരേണ്ടത്.
ശരിക്ക് തേക്കാൻ ഒരുപക്ഷെ ജാനകിക്ക് അറിയില്ല എങ്കിൽ പഠിക്കണം. അങ്ങനല്ലേ വേണ്ടത്? ഇന്നലെ തേച്ച പോലെ തേച്ചാ മതിയോ സർ? മതി, ധാരാളം മതി. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെ ജാനകി എനിക്ക് ഷർട്ടും മുണ്ടും തേച്ച് തന്നാ മതി. ഏത് ഷർട്ടും മുണ്ടുമാണ് തേക്കേണ്ടതെന്ന് ജാനകി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എടുത്തു തന്നോളാം. ശരി സർ. ഒരു കാര്യം കൂടി, ഷർട്ടും മുണ്ടും അലക്കുന്നതും ജാനകി തന്നെ ആയിരിക്കും. മാലിക പലപ്പോഴും അത്ര ശരിയാകാറില്ല. ജാനകിക്കാകുമ്പോ അതൊക്കെ നല്ല വശമായിരിക്കുമല്ലോ. ഭാമെടുത്തിക്കാരം കേൾക്കാതെ എനിക്ക് രക്ഷപ്പെടാമല്ലോ. ചേച്ചി, സാറിന് എന്നോടുള്ള ഇഷ്ടക്കേട് മാറിയെന്ന് തോന്നുന്നു. ഇതങ്ങനെയാവാൻ വഴിയില്ല. വില്ലേജ് ഓഫീസർ വേറെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പുറമേ കാണുന്ന പോലെ ഒരു പാവമാണ് സാറെന്ന് കരുതല്ലേ മോളെ? ഇതെന്തോ അന്താരാഷ്ട്ര അഭ്യാസമാണ്. എന്തായാലും സാറ് പറഞ്ഞതല്ലേ, നീ ഷർട്ടും കൊണ്ട് തേച്ചു വെക്ക്. അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എന്ത് കാര്യം? ഇനി ഷർട്ടും മുണ്ടും തേക്കുന്നത് ജാനകി ആയിരിക്കുമെന്നുള്ള കാര്യം. അത് മാത്രമല്ലല്ലോ, തുണി അലക്കുന്നതും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും എല്ലാം ജാനകി ആയിരിക്കും. എന്തായാലും ശമ്പളം കൊടുക്കുകയല്ലേ, അപ്പോ പരമാവധി ജോലി ചെയ്യിക്കാം. അപ്പൊ ഞാനോ? നീ ഒന്നും ചെയ്യണ്ടേ. നിനക്കൊന്നും ചെയ്യാൻ മനസ്സിലാത്തോണ്ടാണല്ലോ വേലക്കാരി കൊണ്ടുവന്നത്. പക്ഷെ അവൾ അടുക്കള ജോലി മാത്രം ചെയ്താൽ മതി. പോരാ, ശമ്പളം കൊടുക്കുന്നത് ഞാനാണല്ലോ. എന്റെ എല്ലാ കാര്യങ്ങളും ജാനകി നോക്കണം. അവക്കുള്ള കഴിവുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് ഇഷ്ടമാണ്. ഇനി തർക്കി സമയം കളയാതെ പോയി എനിക്ക് കഴിക്കാൻ എടുത്ത് വെക്കാൻ ജാനകിയോട് പറയൂ. മോഹനേട്ടാ, ഒന്നും പറയണ്ട, ചെല്ല്. മോളെ ഭാമേ, നീ തന്നെ ഇന്ന് അവളെ പിരിച്ചുവിടും. എന്നോടാ നിന്റെ കളി. ഒരു വില്ലേജ് മുഴുവൻ ഭരിക്കുന്ന എനിക്ക് നിന്നെ നിലക്കിർത്താനാണോ പാട്? സർ, സാറിന് ഒരു ചായ കൂടി വേണോ? എന്താ, ഒരു ചായ എടുത്തോളൂ. ഞാനീ ഉണ്ടാക്കുന്ന ചായക്ക് നല്ല രുചിയാണ്. സത്യം പറയാലോ, അവൻ ഉണ്ടാക്കുന്ന ചായക്ക് നിന്റെ പകുതി രുചി പോലും ഇല്ല. കഴിഞ്ഞ 4-5 കൊല്ലമായി അവൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ച് എനിക്ക് മടുത്തിരിക്കുക. ഞാനിങ്ങനെ വന്നത് വളരെ നന്നായി. ഞാനിങ്ങനെ പറഞ്ഞ കാര്യം ഭാമയോട് പറഞ്ഞേക്കൂ. ഞാനൊരു കാര്യം പറയുന്നുണ്ട്, സാറ് വേറൊന്നും വിചാരിക്കരുത്. ഇതാ, എന്തെങ്കിലും വാങ്ങാനാണോ? ഞാനൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിത്തരും. ഞാനിങ്ങനെ പറഞ്ഞ കാര്യം ഭാമയോട് പറഞ്ഞേക്കും. അതല്ല സർ, ഞാൻ ഇതിനു മുൻപ് 3-4 വീടുകളിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അതില് 2 വീട്ടിലെ സാറന്മാർ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഭയങ്കര രുചിയാണ്, അവരുടെ ഭാര്യമാരെക്കാൾ നന്നായി ജോലി ചെയ്യുന്നത് ഞാനാണെന്നൊക്കെ. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ സ്വഭാവം മാറും. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാന്നും പറയും. അത് കഴിയുമ്പോ പറയും ഞാൻ ഭാര്യയേക്കാൾ സുന്ദരിയാണെന്ന്. ഈ സൂക്കേടൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ. സാർ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു പരിധി വിട്ട് അടുപ്പം കാണിക്കുമ്പോ എനിക്ക് ആ സാറന്മാരെ ഓർമ്മ വരും. അവിടുന്നൊക്കെ ഞാൻ പോരാനുള്ള കാരണവും അവരുടെ സ്വഭാവ ദൂഷ്യ. പിന്നെ ഈ സാറന്മാരും കൊച്ചമ്മമാരും ഒക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വേലക്കാരിയെ പറഞ്ഞു വിട്ടാ ആ ഏർപ്പാട് തീർന്നെന്നാ. അങ്ങനെയല്ല സർ, ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ നടന്നത് നാട്ടുകാരോടെല്ലാം പറയും. ഇപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, അതുപോലെ വേറൊരിടത്ത് ചെല്ലുമ്പോ അവരോടും പറഞ്ഞു പോവില്ലേ? പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷേ ഇപ്പൊ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ നാട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, ഇതെന്താ ഒരാഴ്ച ആയപ്പോഴേക്കും ജോലി പോയോന്ന്. അപ്പൊ ഞാൻ എന്താ പറയാ? ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നാട്ടുകാർക്കത് മനസ്സിലാവും. എന്ത്? എനിക്ക് ജോലി അറിയില്ല എന്ന് കള്ളം പറഞ്ഞ സാർ എന്നെ ഇറക്കി വിട്ടാ എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്റെ കാര്യം നോക്കിയല്ലേ പറ്റൂ.
അപ്പൊ ഞാൻ പറയും, ജോലി അറിയാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിൽ നിന്ന് ജോലി കളഞ്ഞതുപോലെ ജോലി ഞാനായിട്ട് കളഞ്ഞതാ. ആ വീട്ടിൽ ശരിയാവില്ല എന്ന്. ഞാൻ അങ്ങനെ പറയുമ്പോ നാട്ടുകാര് സാറിനെ പറ്റി എന്താ കരുതുക എന്നും എനിക്കറിയില്ല. എനിക്ക് വേറെ വഴിയില്ലല്ലോ. ഈശ്വര, പേടിപ്പിക്കുന്നു. മോനേട്ടാ, എന്തായാലും ജാനകി ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. മോഹനേട്ടൻ എന്നെ മൊത്തത്തിലായിട്ട് അങ്ങ് ഒഴിവാക്കളയും. അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് അവളെ അങ്ങ് പറഞ്ഞു വിടാം. പറഞ്ഞു വിടാനോ? വേണമെങ്കിൽ 1 മാസം ശമ്പളം നമുക്ക് കൊടുത്തേക്കാം. എന്നാലും ഞാനും മോഹനേട്ടൻ തമ്മിൽ പിണങ്ങാൻ അവളൊരു കാരണമാവരുത്. എനിക്ക് പിണക്കൊന്നുമില്ല. 1-2 മാസം അവരോട് നിന്നോട്ടെ, അതല്ലേ നല്ലത്. അത് മോഹനേട്ടന് ഇഷ്ടമല്ലേ? എനിക്കത് തീരെ ഇഷ്ടമല്ല. ഇന്ന് തന്നെ 1 മാസം ശമ്പളവും കൊടുത്ത് നമുക്ക് അവളെ പറഞ്ഞു വിട്ടേക്കാം. അത് ശരിയാവില്ല. ജോലിക്ക് വന്നിട്ട് ഒരാഴ്ചക്ക് ഇങ്ങനെ ഒരാളെ പറഞ്ഞു വിടുന്നത്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമല്ലേ മോനേട്ടാ? അതെങ്ങനെ ശരിയാവും? ഇവിടെ ഒരു മനുഷ്യത്വത്തിന്റെ പ്രശ്നമുണ്ട് ഭാമേ. നമ്മളിപ്പോ അവളെ എന്ത് പറഞ്ഞു വിടും? ജോലി അറിയില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടാ അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടോ? ജോലി അറിയില്ല എന്ന് പറയുന്നത് എന്തിനാണ്? ജോലിയൊക്കെ അവൾക്ക് അറിയാം. പക്ഷെ അവള് വന്നതിന് ശേഷം മോഹനേട്ടൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണല്ലോ പ്രശ്നം. കാരണം ചോദിക്കുന്നവരോട് അതെനിക്ക് പറയാലോ. ഞാൻ പറഞ്ഞില്ലേ, മോഹനേട്ടൻ എല്ലാ കാര്യത്തിനും ജാനകിയെ കൂട്ടും. ഞാൻ പുറത്തായ മട്ടാണ് എന്നൊക്കെ പറയും. നീ എന്ത് വൃത്തിയായി പറയുന്നേ? നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കാൻ? അതല്ല ഭാമേ, ഇപ്പൊ അവള് പറഞ്ഞു വിട്ട അവള് പുറത്തിറങ്ങി എന്നെ പറ്റി അപവാദം പറയുന്നു പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. പക്ഷെ മോഹനേട്ടനെ പറ്റി വേണ്ടാതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വിശ്വസിക്കില്ലല്ലോ. അല്ല, അങ്ങനെ ഉറപ്പിച്ച് വരാൻ പറ്റില്ലല്ലോ. വിശ്വസിച്ചാലോ? അപ്പൊ ഇനി എന്താ ചെയ്യാ? എന്തായാലും കുറച്ച് ദിവസം ഇരിക്കട്ടെ. ജീവിക്കാൻ വരാൻ വഴിയില്ലാത്തോണ്ടല്ലേ. ഇത്രയും നേരം ഇത് തന്നെയല്ലേ വില്ലേജ് ഓഫീസറെ ഞാനും പറഞ്ഞത്? ജീവിക്കാൻ വഴിയില്ലാത്തൊരു പെണ്ണ്. എല്ലാ ജോലികളും അവള് നന്നായിട്ട് ചെയ്യും. കാശ് മുടക്കേണ്ട ഒറ്റ പ്രയാസത്തിന്റെ പേരിൽ നമ്മൾ അവളെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ? പാവാണ് അവള്, നല്ല കുട്ടിയല്ലേ. ഇവിടെ നിന്നോട്ടെ. അവൾ അത്ര പാവൊന്നുമല്ല. അവൾ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞിട്ട് പോയെന്നറിയാമോ? എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ അതെന്തായാലും ഞാൻ പറഞ്ഞു പറയിച്ചതാ. മോഹനേട്ടൻ അവളെ പറ്റി നല്ലത് പറഞ്ഞത് എന്നെ കൊണ്ട് അവളെ പറഞ്ഞു പിടിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കില്ലേ സാറേ? മോഹനേട്ടൻ പ്രയോഗിച്ച അതേ നമ്പർ ഞാനൊന്ന് തിരിച്ചു പ്രയോഗിച്ചതാണ്. ഞാൻ പറഞ്ഞു വിട്ടതൊക്കെയാണ് അവള് മോഹനേട്ടനോട് പറഞ്ഞത്. അവള് പറയുന്നിട്ട് സാറ് പേടിച്ചു പോയല്ലേ? അല്ല, എങ്ങനെ പേടിക്കാതിരിക്കും? മോഹനകൃഷ്ണൻ സാറിന് അഭിമാനമല്ലേ ഏറ്റവും വലുത്? മോഹനേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും മോഹനേട്ടൻ ഈ ലോകത്ത് ഏറ്റവും വിശ്വാസവും സ്നേഹവും എന്നെയാണെന്ന് എനിക്കറിഞ്ഞൂടെ. ആ എന്നെക്കാട്ടിലും നല്ലതാണ് വേറൊരു പെണ്ണ് എന്ന് പറയുമ്പോഴേ എനിക്കറിഞ്ഞൂടെ അതൊരു വലിയ കള്ളമാണെന്ന്. കൊടി കുത്തിയ കള്ളന്മാരെ കോടതി വെച്ച് വിസ്തരിച്ച് മൂക്കുകുത്തിച്ച് സത്യഭാമ വക്കീലിനടുത്താണ് വില്ലേജ് ഓഫീസറുടെ ഒരു കൊച്ചു കള്ളം പറച്ചില്. അതിവിടെ വില പോവോ? ഇല്ല. അതാണ്. ജാനകിയെ പിരിച്ചുവിട്ടാൽ ഉണ്ടാകുന്ന ചെറിയ സാമ്പത്തിക ലാഭത്തെക്കാൾ വലുതായിരിക്കും ആ പിരിച്ചുവിടൽ ഉണ്ടാക്കുന്ന അഭിമാനക്ഷതമെന്ന് തിരിച്ചറിഞ്ഞതോടെ വില്ലേജ് ഓഫീസർ പറഞ്ഞതൊക്കെ വിഴുങ്ങുന്ന കാഴ്ചയാണ് കണ്ടു തീർത്തത്. ഇനിയും ജാനകി ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.